എന്നാലും ശുചിക്കുട്ടന്റെ ഒരു അവസ്ഥയെ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നെന്ന രീതിയിൽ ഓരോന്നിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതെ, എന്ത് ചെയ്താലും ഗതിയിട്ടാത്തൊരു ജനം. എത്ര ആലോചന വെറുതെ വഴിയെ നടന്നു പോകുമ്പോ തല്ലു മേടിക്കാനും വേണം ഒരു യോഗം. സമ്മതിക്കോ? मम्मी ने कहा था ना इससे नहीं होगा, हमें एक अच्छा मैट्रिमोनी जाना था. ബോംബെന്ന് നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നിട്ട് കാലം കുറെ ആയല്ലോ എൻ്റെ മിനി. ഇനി ഹിന്ദി വിടാനായിട്ടില്ലേ? ഓ, ഈ വയസ്സാം കാലത്ത് നിനക്ക് വേണ്ടി ഇനി ഹിന്ദി പഠിക്കാൻ പോവാ. അടങ്ങി കിടന്നു. അല്ലെങ്കിൽ തന്നെ അവന് പെണ്ണ് കിട്ടാനുള്ള പിന്നെയാണ് ഈ കോലത്തില്. അത് വിട് സജി, എന്താ ഇപ്പൊ നമ്മുടെ അവസ്ഥ? അമ്മേ, ഇവനെ കിടത്തി പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ആദ്യത്തെ കല്യാണത്തിന്റെ ക്ഷീണം നമുക്കുണ്ട്. നിങ്ങൾ ജാതകം നോക്കണമെങ്കിലും പെണ്ണുകൂട്ടുകാരെ നോക്കണ്ട്. സൗന്ദര്യം പിന്നെ നിനക്ക് പ്രശ്നമല്ലല്ലോ, പെണ്ണുകൂട്ടുകാർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് നടക്കൂല. നീ എന്നെ കണ്ണൂരിച്ച് പേടിപ്പിക്കാന്ന് വേണ്ട, ഞാൻ അവിടെ വരട്ടെ. സോറി, നിന്നെ കണ്ട് ഇപ്പൊ എത്ര പ്രായം തോന്നിക്കും? 30. 30. നീ അടുത്ത് കണ്ണാടി നോക്കാറില്ലല്ലേ? ഏതെങ്കിലും കുട്ടികളും നിന്നെ ഈ അടുത്ത് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ടാ? എല്ലാവരും അങ്കിൾ അങ്കിൾ എന്നല്ലേ വിളിക്കാറ്. ഷിജു നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു 40-42 തോന്നിക്കും അമ്മേ. ഏജ് ഓവറായി, ഫീൽഡ് ഔട്ടാണ്. എന്റെ സജേട്ടാ, നിങ്ങളിങ്ങനെ മുടക്ക് മാത്രം പറയല്ലേ. ഷിജുവിന്റെ കല്യാണം നടത്തിയിട്ട് വേണം അമ്മേനെ വന്നിങ്ങ് കൊണ്ടുവരാൻ. ഇപ്പൊ തന്നെ വരുമോ? തമാശ കള സജി, വല്ലതും നടക്കുവോ? ആ, നല്ലൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. എന്താടാ നിനക്ക് ഈ സെക്കൻഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആ, രണ്ടാം കെട്ട്. എന്റെ പൊന്നു ശുചിക്കുട്ട, നീ ഒന്ന് അടങ്ങി കിടക്ക അവിടെ. എടാ, നിന്റെ ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞത് ഡിവോഴ്സായി. നാട്ടുകാർ പറയണത് നിന്റെ പ്രശ്നം കൊണ്ടാണ് ആ പെണ്ണ് പോയെന്നാണ്. സത്യം നമുക്കല്ലേ അറിയുള്ളൂ അമ്മേ. ഈ രണ്ടാം കെട്ട് നിങ്ങൾ വിചാരിക്കണോട്ട് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഈ ആദ്യ കെട്ട് കഴിഞ്ഞിട്ടേ അടിപിടിയായി അലമ്പായി അവരവരുടെ വീട്ടിൽ പോയിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. ഈ സമയത്ത് ഇവർക്ക് പ്രത്യേക തരം ഒരു മെച്ചോറിറ്റി വരും. അതോടുകൂടി രണ്ടാം കെട്ട് ഫുൾ സെറ്റാണ്, ഫുൾ പവറാണ്, സൂപ്പറാണ് പരിപാടി. എന്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് അറിയാമേ. ഹോ, ശരിക്കും മൂന്നാമത്തെ വേണ്ട, രണ്ടാമത്തെ മതി. നിനക്ക് ഓക്കെ ആണീ പറ, നല്ലൊരു ആലോചനയുണ്ട്. പേര് സജിത, പോലീസിലാണ്. അടിപൊളി. എന്തായാലും വീട്ടിലൊരു പോലീസ് ഉള്ളത് നല്ലതാ. വീട്ടിലൊരു പട്ടിയുള്ളത് നല്ലതാ കേട്ടല്ലോ. പോലീസ് ഉള്ളത് ആദ്യമായിട്ടാണ്. ഈ പോലീസ് ഒന്നും ശരിയാവൂലോട്ടോ. എടാ, ആദ്യത്തെ എന്തോ കുഴപ്പം പിടിച്ചതുകൊണ്ടല്ലേ ഇത് വേണ്ടാന്ന് വെച്ചത്. നല്ല കുട്ടിയാണെ രണ്ടാം കെട്ടാണേലും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നിനക്കതൊക്കെ ഒരു പ്രശ്നമാണോടാ? അതിന്റെ ഒന്നും അല്ലെന്നേ, ഈ രണ്ടാം കെട്ടിനൊന്നും അല്ല. പിന്നെ ഈ പോലീസുകാർക്ക് കല്ല് പൊറിച്ച മനസ്സായിരിക്കും, കട്ടിന ഹൃദയരാണ്. എന്റെ സുബേട്ട, നമ്മളെത്ര വനിതാ പോലീസിനെ റോട്ടിൽ കാണുന്നത്. ഒരാളെ പ്രേമിച്ച് വീട്ടിൽ കയറ്റി കൊണ്ടുവരാൻ തോന്നിയില്ല. അതാണ് എന്റെ ഒരു പവറടാ. എനിക്ക് എത്ര പവറും വേണ്ടെന്നാണ് ഈ പറയണത്. നമ്മുടെ പോലീസ് ഫോഴ്സിലൊക്കെ നല്ല സുന്ദരി കുട്ടികളുണ്ട്, വീട്ടിലേക്ക് പിള്ളേര്. ആ, അത് പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു ഫോട്ടോ ഉണ്ട്. കാണട്ടെ. കൊള്ളാം, പക്ഷെ ചെറുതായിട്ട് തടി കൂടുതലല്ലേ? എന്റെ പൊന്നു മിനി, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ട് പറയല്ലേ. ആ, അല്ലെങ്കിലും നല്ല തണ്ടും തടിക്കുള്ള കുട്ടിയാണ് ഷിജുവിന് നല്ലത്. അതെ മോനെ ആദ്യം ചെന്ന പെങ്കുച്ചിരുന്ന് കാണ, എന്നാലല്ലേ കല്ലാണോ മണലാണോ ചരലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ പറ. വാ ഷിജു. അതെ, നീ ഒന്ന് പോയി കാണ്. ചൂടാവല്ലേ പോലീസേ, കളി പറയല്ലേ പോലീസേ, ഞങ്ങളിലൊന്നേ തൊട്ടെന്നാൽ കയ്യും കെട്ടി നിൽക്കില്ല. ചൂടാവല്ലേ പോലീസേ. ഇതിലെല്ലാരും ഓരോ കൂട്ടുണ്ടല്ലോ, ഇതിലാരാണ്? ഞങ്ങളിലൊന്നേ തൊട്ടെന്നാൽ. ആ, സജിത മാഡം, സജിയാണ്. ലവ്ലി കപ്പിൾ മാട്രിമോണി. ഞങ്ങൾ വന്നിട്ടുണ്ട്. എവിടാ? ഇവിടെയാണ്. നിങ്ങളുടെ തൊട്ട് ബാക്കിൽ ഒരു കോഫി ഹൗസ് ഉണ്ട്. നിങ്ങളൊന്ന് അവിടെ കയറി ഒരു കാപ്പി കുടിച്ചിരിക്കാവോ? ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നടക്കില്ല എന്ന് പിടിച്ചാ ഞാൻ പോയിട്ട് വരാം. കഴിവ് കെട്ടൊരു സർക്കാരെ. സാറേ, വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന്. ഞാൻ അവരോട് അവിടെ കോഫി ഹൗസിൽ ഇരിക്കാൻ പറഞ്ഞിരുന്നു.
അതല്ല അത് നോക്കണ്ട, അത് ചൂടാവാൻ സമയം പിടിക്കും. മോള് പോയിക്കോ. പോയിട്ട് വരാം സാർ. പോയിക്കോ. ശരി. ആ ഇവിടെ ആ അയ്യോ ഇരിക്കെ ഡ്യൂട്ടിയിലായതാണേ, സോറി. അത് കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ, ഷിജു ഭക്തൻ. ആ മനസ്സിലായി, ഞാൻ സജിത. ആ ഹായ്. ഒരു കാപ്പി വരട്ടെ? ആ ആ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ മാറിയിരിക്കാം. അയ്യോ അതൊന്നും വേണ്ട, സജി ഇവിടെ തന്നെ ഇരുന്നോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇവിടെ ഇരി. ഞാൻ എവിടെയോ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ഇവൻ സെക്കൻഡ് മാരേജിന് ഫസ്റ്റ് ടൈം ആയിട്ടാ പെണ്ണാണത് അല്ലേടാ? അയ്യോ അതൊന്നുമല്ല, വേറെ എവിടെയോ ആ അന്നാ പിന്നെ മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട്. അയ്യോ അതായിരിക്കും. അതല്ല, എവിടെയാന്ന് ഞാൻ ഇപ്പൊ പറയാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്പനി പടിയില് ഒരു സമരം ഉണ്ടായിരുന്നില്ലേ, അവിടെ ഉണ്ടായിരുന്നോ? അതാണ് ഞാനേ ചേട്ടനിട്ട് 2 തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ നിനക്കപ്പോ ഇവിടുന്നാണല്ലേ കെട്ടിയത്. കൺഗ്രാറ്റ്സ്. സോറി കേട്ടോ. അതെ, വേറൊന്നും കൊണ്ടല്ല. ഈ അടി തുടങ്ങിയുണ്ടല്ലോ, ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെ ചുറ്റുമുള്ളത് വേണ്ടപ്പെട്ടവരാണോ വേണ്ടപ്പെടാത്തവരാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. പടപടപടേന്നും കടിക്കും. സ്വാഭാവികം. പൊതുവേ ഇങ്ങനെ തല്ലുന്നവരെയൊന്നും ഞാൻ ഓർത്ത് വെക്കാറില്ല. ഓ നിന്റെ മഹാഭാഗ്യം. പിന്നെ ഇതിപ്പോ നമ്മൾ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലാണ്ട് പിന്നെ എന്താ അല്ലേ ഇങ്ങനെ ഓർത്തിരിക്കാൻ അല്ലേ? അതെ. അലമ്പായില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ കുഴപ്പമില്ലെങ്കിൽ ഒരു കാപ്പി കൂടെ കുടിച്ചിരിക്കും. ഞാൻ അപ്പോഴും പെട്ടെന്ന് പോയി 2 കൊടുത്തിട്ട് ഓടി വരാം. ഓ പോയിട്ട് വരാമേ. കൊള്ളാന്നാ. എങ്ങനെ ചിരിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? അപ്പോ ഇതാണ് ഞാൻ. എന്താ ഞങ്ങള് കണ്ടായിരുന്നു. അയ്യോ ഒരു അർജന്റ് കോളാണ്. നിങ്ങള് സംസാരിച്ചിരിക്കേ, കോഫി ഹൗസിൽ കാണാം. എന്നാ അങ്ങോട്ട് തന്നെ പോയിരിക്കാം. കൺഗ്രാറ്റുലേഷൻ ഷിജു. കൺഗ്രാറ്റുലേഷൻസാ. ആ എന്തിന്? അതെന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ട് നശിച്ച് നാണം കെട്ട് നാറി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാൻ പറ്റാണ്ടായിട്ടും വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചല്ലോ. അതിനൊരു ധൈര്യം വേണം. അതിൽ ചെറിയൊരു ഹീറോയിസം ഉണ്ട് അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷിജു താനൊക്കെ ഒരു ഹീറോ ആണ്. ഹീറോയാ? ഞാനാ? ആ ഹീറോ. ഷിജുവിനറിയാവോ ഞാൻ എന്തിനാ പോലീസായെന്ന്? ഇല്ല. എന്തിനാ? അയക്കിട്ട് 2 കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോലീസായത്. എന്നിട്ട് കൊടുത്താ? സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് പെടും അവൻ. എനിക്ക് ഉറപ്പാ. അല്ല അതാണ് കയ്യിലിരിപ്പ്. അന്ന് ഞാൻ അവനൊരു കണക്കിന് കൊടുക്കും. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഷിജു ഒരു സാധു ജീവിയാണെന്നാണ്. പോലീസല്ലേ, അന്വേഷിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. എനിക്ക് താൻ ഓക്കെയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ് തീരുമാനിക്കാറ്.